കർത്താവിനോട് കൂടെ തന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുക. അവിടെ ഞങ്ങൾക്ക് ഇപ്പോഴിപ്പോൾ ഞങ്ങളുടെ മരണസമയം തമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, നിന്റെ സന്നിധിയിൽ അടുത്ത് വരുന്ന ആദ്യങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് കർത്താവെ ഈ സഭാചരിത്രം പഠിക്കുവാനുള്ള കൃപയും അതിനുള്ള മനസ്സും അതിനുള്ള സന്നദ്ധതയും അതിനുള്ള സമർപ്പണവും അതിനുള്ള ബുദ്ധിയും അതിനുള്ള വിവേകവും അതിനുള്ള ജ്ഞാനവും ആന്തരിക കണ്ണുകളുടെ പ്രകാശം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സംബന്ധിക്കുന്ന എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും ക്രിസ്തുഹായും സ്തുതിയും സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മുടെ സഭ വളരുന്നു എന്ന പുസ്തകത്തിന്റെ 4-ാമത്തെ യൂണിറ്റ് 3-ാമത്തെ പാഠം നമ്മൾ ഇന്ന് 3-4 പാഠങ്ങൾ ഇന്ന് പഠിക്കുന്നതാണ്. അല്പം നേരത്തെ നിർത്തേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് 2 പാഠങ്ങളെ ഇന്ന് എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സും കൂടെ അടുത്ത ഒരു ക്ലാസ്സും കൂടെ എടുത്തു കഴിയുമ്പോഴത്തേക്കും അത് പുസ്തകം തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ ചേച്ചി? അതെ അച്ഛാ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ എല്ലാ നല്ല ശ്രദ്ധ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ഭാഗം വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടെ പരിചയമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ പാഠങ്ങളിലുള്ളത്. കാരണം നമ്മളോട് കുറെയൊക്കെ അടുത്ത് നിൽക്കുന്ന ചരിത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും, കുറച്ചൊക്കെ പരിചയമുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അത് കേൾക്കാനും വിചിന്തനം ചെയ്യുവാനും ഒക്കെ ഉള്ള ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരോടും കൂടെ ഇരുന്ന് ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിപ്പാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര സഭ വിഭജിതമാകുന്നു എന്നുള്ളതാണ് ഈ പാഠത്തിന്റെ പേര്. പ്രാരംഭം, ഡച്ചുകാരുടെ വിജയം, പറമ്പിൽ ചാണ്ടി ബിഷപ്പാകുന്നു, മാർ ഗ്രിഗോറിയോസിന്റെ ആഗമനം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ പുസ്തകത്തില് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡച്ചുകാരുടെ വിജയം, പറമ്പിൽ ചാണ്ടി ബിഷപ്പാകുന്നു, മാർ ഗ്രിഗോറിയോസിന്റെ ആഗമനം. മാർത്തോമായിക്ക് നേരിടേണ്ടി വന്ന 2 കാര്യങ്ങളെ കുറിച്ച് പ്രാരംഭമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാന ന്യൂനതയെ ചൂണ്ടിക്കാണിച്ച് കത്തോലിക്കർ നടത്തി വന്ന ചൂഷണം. 2, രാജകീയ ശക്തികൾ മതപരമായ കാര്യങ്ങൾ ഇടപെട്ട് മനുഷ്യരെ വിഷമിപ്പിക്കുന്നതിൽ നിന്നുള്ള മോചനം നേടുക. ഈ 2 കാര്യങ്ങളാണ് മാർത്തോമ ഒന്നാമന് നേരിടേണ്ടി വന്നായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ സ്ഥാനം ശരിയല്ല. അദ്ദേഹത്തിന് പട്ടം കൊടുത്തത് 12 പട്ടക്കാർ ചേർന്നാണ്. അത് ശരിയായ ഒരു പട്ടം കൂടെ ആയിരുന്നില്ല. അതുകൊണ്ട് ഇത് ചുമ്മാ മെത്രാനാണെന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തെ കളിയാക്കുന്ന, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ അത് കണ്ടതാണ്. സെബസ്റ്റ്യാൻ എന്ന് പറയുന്ന ബിഷപ്പ് അദ്ദേഹത്തെ കളിയാക്കുവാനായിട്ട് ആ രീതിയിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ രാജകീയ ശക്തികൾ, അത് പുറത്തു നിന്നുള്ള പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ അകത്ത് നമ്മുടെ നാട്ടിലെ നാട്ടുപ്രഭുക്കന്മാര് അല്ലെങ്കിൽ ചെറു രാജാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് ഈ മലങ്കര സഭയെ വേദനിപ്പിച്ചത്, അതിനെ നേരിടുക എന്നുള്ള 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാർത്തോമായുടെ മുൻപിലുണ്ടായിരുന്ന വിഷമ സംഗതികൾ. അപ്പോൾ ഡച്ചുകാര് കൊച്ചിയിലെ പോർച്ചുഗീസ് താവളം കൈക്കലാക്കി അവരെ പോർച്ചുഗീസുകാരെ തുരത്തി. അങ്ങനെ 2ാമത്തെ പ്രശ്നം ഒരുവിധം പരിഹരിക്കപ്പെട്ടു. അതായത് രാജാക്കന്മാരിൽ അല്ലെങ്കിൽ ഈ രാജകീയ ശക്തികൾ സഭയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്, ആ ഒരു കാര്യത്തിൽ അല്പം ഒരു സമാധാനം ഉണ്ടായി. അതോടൊപ്പം സ്വദേശീയനായ ഒരാൾ റോമൻ കത്തോലിക്ക വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത് മാർത്തോമായോട് ഏറ്റുമുട്ടുവാൻ തുടങ്ങി. അപ്പൊ മാർത്തോമായ്ക്ക് മറ്റൊരു പ്രതിസന്ധി അവിടെ ഉണ്ടാകുന്നത്, ഒരു നാട്ടു
മെത്രാൻ റോമൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെതായിട്ട് ഉയർന്നു വന്നു. അയാളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് മാർത്തോമായുടെ മുൻപുണ്ടായിരുന്നത്. അത് മറ്റാരുമല്ലായിരുന്നു, പറമ്പിൽ ചാണ്ടി ആയിരുന്നു. പറമ്പിൽ ചാണ്ടി എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമല്ലോ. 12 പട്ടക്കാർ ചേർന്ന് മാർത്തോമായെ മെത്രാനായിട്ട് വാഴിച്ച ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ആ പറമ്പിൽ ചാണ്ടി. അത് ഈ മാർത്തോമായുടെ പിതൃ സഹോദര പുത്രനാണ്. അദ്ദേഹം മറുകണ്ഠം ചാടി ബിഷപ്പായി മാർത്തോമായുമായിട്ട് ഒരു തുറന്ന പോരാട്ടത്തിന് രംഗമൊരുക്കുകയാണ്. മാർത്തോമായുടെയും അദ്ദേഹം ഈ പറമ്പിൽ ചാണ്ടി മെത്രാനായി കഴിഞ്ഞപ്പോഴേക്കും മാർത്തോമായെയും ഇട്ടിത്തൊമ്മനെയും, മാർത്തോമായുടെ കൂടെ അന്ന് മറ്റൊരു ഒരു പട്ടക്കാരനുള്ളത് ഇട്ടിത്തൊമ്മനാണ്, ആഞ്ചലിമുട്ടിൽ ഇട്ടിത്തൊമ്മൻ. അവരെ രണ്ടുപേരെയും മുടക്കുകയാണ്. ഇപ്പോൾ മാർത്തോമായ്ക്ക് തന്റെ സ്ഥാനന്യൂനം മാത്രമല്ല സ്ഥാനഭ്രംശം കൂടി നേരിടേണ്ടി വന്നു. മാർത്തോമ ജസ്വിത്വരുമായി ഐക്യപ്പെടുവാൻ ചിന്തിച്ചതും ഇതിന്റെ വെളിച്ചത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നേരിടുക എന്നുള്ള ഒരു വലിയ വിഷമസന്ധിയിലാണ് ഇപ്പോൾ മാർത്തോമ. അതുകൊണ്ട് അപ്പോൾ നാട്ടിലേക്ക് വന്നു ചേർന്ന ഡച്ചുകാരുമായിട്ട് അല്പം ചങ്ങാത്തം തുടങ്ങുവാനാണ് തുടങ്ങുന്നത്. അപ്പൊ ഡച്ചുകാരുടെ വിജയം, അതാണ് നമ്മുടെ ആദ്യത്തെ ഇതിനകത്തെ ഒരു സബ് ടൈറ്റിൽ. ആർച്ച് ബിഷപ്പ് ജോസഫ് സെബസ്റ്റിയാനി മാർത്തോമായ്ക്കെതിരായി ശക്തമായി മുന്നേറിയ അവസരത്തിലായിരുന്നു 1663 ഡച്ചുകാര് കൊച്ചി കീഴടക്കി ദേവാലയങ്ങൾ നശിപ്പിക്കുവാനും മിഷണറിമാരെ തുരത്തുവാനും തുടങ്ങിയത്. അക്കൂട്ടത്തിൽ സെബസ്ത്യാനിയും നാടുവിടേണ്ടി വന്നു. അപ്പോൾ ഈ മാർത്തോമായ്ക്കെതിരായിട്ട് സെബസ്ത്യാനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡച്ചുകാർ വരുന്നത്. ഡച്ചുകാർ വന്നപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ദേവാലയങ്ങൾ പലതും നശിപ്പിച്ചു, മിഷണറിമാരെല്ലാം നാടുവിടാൻ ആവശ്യപ്പെട്ടു. അക്കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും നാട് കടത്തുകയാണ്. അങ്ങനെ കുറെ സമാധാനമൊക്കെ മാർത്തോമായ്ക്ക് ഉണ്ടാകുന്നുണ്ട്. സെബസ്ത്യാനി പോകുന്നതിന് മുമ്പ് ചെയ്ത 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പറമ്പിൽ ചാണ്ടിയെ എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തി. രണ്ടാമത് സെബസ്ത്യാനിയും ബിഷപ്പ് ചാണ്ടിയും ഒരുമിച്ച് ഡച്ച് അധികാരികളെ കണ്ട് റോമൻ കത്തോലിക്കർക്ക് ആവശ്യമായ സംരക്ഷണവും സഹായവും അഭ്യർത്ഥിക്കുന്നു. വിശ്വാസപരമായി മാർത്തോമായുടെ പക്ഷക്കാർ ഡച്ചുകാർക്ക് ചേരുവാൻ കഴിയാത്തവരാണ്. കാരണം ഡച്ചുകാര് കത്തോലിക്കരല്ല, അവര് പ്രോട്ടസ്റ്റന്റുകളാണ് എന്നീ വിധത്തിൽ വിവരിക്കുകയും അങ്ങനെ ഡച്ചുകാരിൽ നിന്നും മാർത്തോമായ്ക്ക് ലഭിക്കാവുന്ന സഹായങ്ങൾ പരമാവധി തടയുകയും ചെയ്തു. എന്നാൽ പോർച്ചുഗീസുകാരിൽ നിന്നുണ്ടായ അത്രയും ഉപദ്രവം ഡച്ചുകാരിൽ നിന്ന് നേരിടേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, ചില അവസരങ്ങൾ സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആ അവസരങ്ങളിലെല്ലാം മാർത്തോമായിൽ നിന്ന് അവർ ഗണ്യമായ തുകകൾ കൈപ്പറ്റിയിരുന്നു ഡച്ചുകാര്. അപ്പം ഒരു വിധത്തിൽ കുറെ നന്മയുണ്ടായി, മറ്റൊരു വിധത്തിൽ അവർക്ക് കുറെ വേദനകളും മാർത്തോമായ്ക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കുറെ പണവും ചെലവായിട്ടുണ്ട്. പറമ്പിൽ ചാണ്ടിക്ക് ഡച്ചുകാരുടെ സഹായം ലഭിച്ചുകൊണ്ടേയിരുന്നു. കർമ്മലീത്തർ ചാണ്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിലകൊണ്ടു. കർമ്മലീത്തർ എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക മിഷണറിമാരാണ്. അതിനാൽ തന്റെ സഹോദരപുത്രനായ പറമ്പിൽ മാത്യുവിനെ പിൻഗാമിയായി അവരോധിക്കണമെന്നുള്ള ചാണ്ടിയുടെ ആഗ്രഹം സാധ്യമാകാതെ റോമിന്റെ വിശ്വസ്തനായി തുടരാൻ ആഗ്രഹിച്ചതിനാൽ കർമ്മലീത്തരെ മറികടന്ന് ആ സഹായം ചെയ്യാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. അപ്പൊ ഈ മാർത്തോമായുമായിട്ട് ഇങ്ങനെ പോരാടുന്ന അവസരത്തിൽ പറമ്പിൽ ചാണ്ടി അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് ഈ സഹോദരപുത്രൻ മാത്യുവിനെ അവരോധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് സാധിക്കാതെ പോവുകയാണ്. കാരണം റോമിന്റെ വിശ്വസ്തനായി തുടരാൻ ആഗ്രഹിച്ചതിനാൽ കർമ്മലീത്തരെ മറികടന്ന്, അപ്പോൾ ഈ പറമ്പിൽ ചാണ്ടി റോമിനോട് വലിയ വിശ്വസ്തരാ, പക്ഷെ കർമ്മലീത്തരെ പിണക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഡച്ചുകാരുടെ ഭരണകാലത്തും പാശ്ചാത്യ മിഷണറിമാർ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പ്രവർത്തനം നടത്തിയിരുന്നു. അവർ മലങ്കര സഭയെ അതിന്റെ പാരമ്പര്യത്തിന് അനുകൂലമായി വളരുവാൻ സഹായിക്കുന്നതിന് പകരം പോർച്ചുഗീസിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം.
ഡച്ചുകാർ വന്നതോടെ പോർച്ചുഗീസ് ശക്തി കേരളത്തിൽ ക്ഷയിച്ചു എങ്കിലും റോമൻ അധീശത്വം നിരാകരിച്ചുകൊണ്ട് സഭാ പാരമ്പര്യത്തിൽ വളരുവാൻ അനുകൂലമായ സാഹചര്യം വന്നു ചേർന്നില്ല. അപ്പം നമ്മൾ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങള് അന്നത്തെ സാഹചര്യങ്ങളൊക്കെയും അല്പം ഒന്ന് വിവരിച്ചത് മാത്രമേ ഉള്ളൂ. കർമ്മലീത്തർ ഡച്ചുകാരുമായി ധാരണയുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും സാധ്യമാകാതെ വന്ന സാഹചര്യത്തിൽ ഇന്നസെന്റ് 12 മാർപ്പാപ്പ മുൻകൈയെടുത്തതിനാൽ സെബസ്ത്യാനിയും ബിഷപ്പ് ചാണ്ടിയും അനുഭവിച്ചു വന്ന സ്വാതന്ത്ര്യം വ്യവസ്ഥകൾക്ക് വിധേയമായി കർമ്മലീത്തരായ മിഷണറിമാർക്കും ബിഷപ്പിനും അനുവദിച്ചുകൊണ്ട് തീരുമാനമായി. അപ്പം അവിടെ പോപ്പ് ഇടപെടുകയാണ്. ഇന്നസെന്റ് 12 ഇടപെട്ടിട്ട് ഡച്ചുകാരിൽ നിന്ന് ഇവർക്ക് രണ്ടുപേർക്കും, അതായത് സെബസ്ത്യാനിക്കും അല്ലെങ്കിൽ സെബസ്ത്യാനിയും ബിഷപ്പ് ചാണ്ടിയും അനുഭവിച്ചു വന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കർമ്മലീത്തരായ മിഷണറിമാർക്കും ലഭിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളൊക്കെയും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പോർച്ചുഗീസുകാരല്ലാത്ത യൂറോപ്യൻ മിഷണറിമാർക്കും ബിഷപ്പിനും മലങ്കരയിൽ നേതൃത്വം കൊടുക്കാനുള്ള അവസ്ഥ നിലവിൽ വന്നു. അത് പോപ്പിന്റെ ഇടപെടൽ കൊണ്ട് ഉണ്ടായതാണ്. ഈ വിധത്തിൽ റോമൻ കത്തോലിക്ക സഭയും ഡച്ചുകാരും തമ്മിലുണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ മലങ്കര സഭയുടെ പൂർവ്വചരിത്രവുമായി ബന്ധമില്ലാത്ത സഭാ പാരമ്പര്യത്തിൽ റോമൻ കത്തോലിക്ക വിഭാഗം സ്ഥിരപ്രതിഷ്ഠ നേടി. അത് അന്നത്തെ സാഹചര്യങ്ങൾ വിവരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഈ ഡച്ചുകാരും കർമ്മലീത്തരുമായിട്ടൊക്കെ ആ സമയത്തുണ്ടായിരുന്ന ബന്ധങ്ങൾ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് മാർത്തോമായുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത് എങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തത് പറമ്പിൽ ചാണ്ടി ബിഷപ്പാകുന്നു. പറമ്പിൽ ചാണ്ടി ബിഷപ്പാകുമ്പോൾ അദ്ദേഹത്തിന് അവർ കൊടുക്കുന്ന പേര് അലക്സാണ്ടർ ഡി ക്യാമ്പോ എന്നാണ്. അലക്സാണ്ടർ ഡി ക്യാമ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? അലക്സാണ്ടർ ആണ് ചാണ്ടി, നമുക്കറിയാം. അലക്സാണ്ടർ എന്നുള്ള പേരിന്റെ മലയാളമാണ് ചാണ്ടി. ഡി ക്യാമ്പോ എന്ന് പറഞ്ഞാൽ ക്യാമ്പസ്, പറമ്പിൽ, അതാണ് ഡി ക്യാമ്പോ. അത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? അലക്സാണ്ടർ ഡി ക്യാമ്പോ എന്നാണ് അദ്ദേഹത്തെ ബിഷപ്പായപ്പോൾ വിളിച്ചു വന്നത്. ഡി ക്യാമ്പോ എന്ന് പറഞ്ഞാൽ പറമ്പിൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പറമ്പിൽ ചാണ്ടി. സെബസ്ത്യാനി കേരളം വിടുന്നതിന് മുമ്പ് പറമ്പിൽ ചാണ്ടി എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് ഉയർത്തി. റോമിന്റെ ആജ്ഞ കൂടാതെ മാർത്തോമായുടെ സ്ഥാനം സ്ഥിരീകരിക്കുകയോ ആരെയെങ്കിലും മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തുകയോ ചെയ്യുകയില്ല എന്നതായിരുന്നു ഉടമ്പടി. അപ്പൊ ഈ പറമ്പിൽ ചാണ്ടിയെ മെത്രാനാക്കിയപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, റോമിന്റെ ആജ്ഞ കൂടാതെ മാർത്തോമായുടെ സ്ഥാനം സ്ഥിരീകരിക്കാൻ പാടില്ല. 2, ആരെയും മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്താൻ പാടില്ല. ഈ 2 വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് പറമ്പിൽ ചാണ്ടിയെ മെത്രാനാക്കുന്നത്. സ്ഥാനമേറ്റ ഉടൻ തന്നെ ബിഷപ്പ് ചാണ്ടി മാർത്തോമായെയും ഇട്ടിത്തൊമ്മൻ കത്തനാരെയും സ്ഥാനഭ്രംശം ചെയ്തു. ചാണ്ടി മെത്രാൻ വിദ്യാഭ്യാസപരമായി കാര്യമായ നിലവാരമുണ്ടായിരുന്ന ആളല്ലെങ്കിലും സുറിയാനിയിലുള്ള അറിവ് ശുശ്രൂഷാപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഘടകമായിരുന്നു. മാർത്തോമായ്ക്കെതിരായി ഡച്ചുകാരെയും ചില നാട്ടുരാജാക്കന്മാരെയും കൂടെ നിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. റോമിന്റെ ഔദാര്യത്തിൽ സഹോദരപുത്രനെ പിൻഗാമിയാക്കാമെന്നുള്ള പ്രതീക്ഷ സഫലമാകാതെ പോയി. നമ്മളത് നേരത്തെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ചില ക്വാളിറ്റീസ് ആണ് ഇവിടെ പറഞ്ഞത്. ഒരു മെത്രാൻ എന്നുള്ള നിലയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും അദ്ദേഹത്തിനില്ല, പക്ഷെ സുറിയാനി ഭാഷ അറിയാമായിരുന്നു. അതുകൊണ്ട് ശുശ്രൂഷകളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ചില നാട്ടുരാജാക്കന്മാരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ മാർത്തോമായുമായിട്ട് ഏറ്റുമുട്ടാനുള്ള കഴിവുമുണ്ടായിരുന്നു. ചാണ്ടിയെ സഹായിക്കുവാനും അദ്ദേഹത്തിന്റെ കാലശേഷം പിൻഗാമിയായിരിക്കാനും മലങ്കരയിൽ ആരെയും കണ്ടെത്താതിരുന്നതിനാൽ കർമ്മലീത്തർ റാഫേൽ ഫിഗറഡോ ഡിസാൽഗാഡോ എന്ന പോർച്ചുഗീസ് മാതാപിതാക്കൾക്ക് ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയെ കണ്ടെത്തി. ഇന്ത്യൻ വംശജനല്ല, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇന്ത്യയിലായിരുന്നു, പോർച്ചുഗീസുകാരാണ്. അങ്ങനെ അവിടെ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ ഡിസാൽഗോ.
ഡിസൽഗാഡോ അദ്ദേഹത്തെ റോമിന്റെ അംഗീകാരം നേടി മെത്രാനാക്കാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ഡച്ചുകാർക്കോ ചാണ്ടിക്കോ അത് തൃപ്തികരമായിരുന്നില്ല. കർമ്മലിത്തരുടെ ഈ പ്രവർത്തനം ഡച്ചുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, ചാണ്ടിക്കും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തെ വാഴിക്കാൻ ആരും തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ കാനറായിലെ അപ്പസ്തോലിക വികാരിയെ കൊണ്ട് നിർബന്ധിച്ച് വാഴ്ച നടത്തുകയായിരുന്നു. ബിഷപ്പ് ചാണ്ടി 1687 റഫായേൽ 1697 നിര്യാതരായി. അവർ തമ്മിലുള്ള വൈരം അന്നുവരെയും നിലനിന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ മാർത്തോമായുടെ കാലത്ത് അദ്ദേഹം നേരിടേണ്ടി വന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഈ സമയത്താണ് മാർ ഗ്രിഗോറിയോസിന്റെ ആഗമനം. 1665 665 അന്ത്യോക്യൻ സുറിയാനി സഭയിൽ പെട്ട യെരുശലേം ബിഷപ്പായിരുന്ന മാർ ഗ്രിഗോറിയോസ് 2 സന്യാസപ്പെട്ടക്കാരോടൊപ്പം കോഴിക്കോട്ട് എത്തിച്ചേർന്നു. ജസ്റ്റിത്തുരുമായി ചേർന്ന് റോമൻ കത്തോലിക്ക സഭയുമായി ചേർന്ന് പോകാമെന്ന് പോലും ചിന്തിച്ച് നിരാശനായിരിക്കുന്ന സാഹചര്യത്തിലാണ് മാർ ഗ്രിഗോറിയോസിന്റെ വരവ്. മാർത്തോമ ഇങ്ങനെ ഒരു വിധത്തിലും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ചിന്തിച്ചു, റോമൻ കത്തോലിക്ക സഭയുമായിട്ട് അങ്ങ് ചേർന്ന് പോയേക്കാം എന്നൊക്കെ ഒരുപക്ഷെ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചിരുന്നതാണ്. കാരണം പലയിടത്തും സഹായം അഭ്യർത്ഥിച്ചിട്ട് ആരും സഹായിക്കുന്നില്ല. അദ്ദേഹം വളരെ വിഷമസന്ധിയിലായപ്പോഴാണ് ആ സമയത്താണ് മാർ ഗ്രിഗോറിയോസ് കേരളത്തിൽ കോഴിക്കോട്ട് വന്നു ചേർന്നത്. അന്ന് മുതൽ മാർത്തോമായും മാർ ഗ്രിഗോറിയോസും പരസ്പരം സഹകരിച്ച് സഭാസേവനം തുടങ്ങി. അപ്പൊ മാർത്തോമായ്ക്ക് അല്പം ഒരു സമാധാനവും ഒരു ആശ്വാസവും ഉണ്ടായ ഒരു സമയമാണത് മാർ ഗ്രിഗോറിയോസിന്റെ വരവ്. മലങ്കര സഭയിലെ സ്വാതന്ത്ര്യകാംക്ഷികളായ വിഭാഗത്തിന് സഭാപരമായി ഒരു പുതിയ ചരിത്രം ആരംഭിക്കുകയായിരുന്നു. അത് ഞാൻ പറഞ്ഞത് നമുക്ക് കുറെ പരിചയമുള്ള കാര്യങ്ങളായത്. സഭയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത് നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചരിത്രമാണെങ്കിൽ പോലും അന്ന് മാർത്തോമായെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നെങ്കിലും അതിപ്പം അലക്സാണ്ട്രിയൻ പാത്രികസിനോട് ചോദിച്ചിട്ടുണ്ട്, കോപ്റ്റിക് പാത്രികസിനോട് ചോദിച്ചിട്ടുണ്ട്, അന്ത്യോക്യൻ പാത്രികസിനോട് ചോദിച്ചിട്ടുണ്ട്, അർമീനിയയിൽ ചോദിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊന്നും ഒരു സഹായവും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഈ യെരുശലേമിൽ നിന്നുള്ള ഗ്രിഗോറിയോസ് എത്തുന്നത്. അതൊരു വലിയ സമാധാനവും ആശ്വാസവും നല്ല ധൈര്യവും മാർത്തോമായ്ക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി. അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു ബന്ധം അന്ത്യോക്യൻ സഭയുമായിട്ട് ഉടലെടുക്കുകയായിരുന്നു. അന്ന് വരെ നിലനിന്ന വിദേശ ബന്ധം മലങ്കര സഭ പാടെ ഉപേക്ഷിച്ചു. അപ്പോൾ അന്ന് വരെ ഈ പോർച്ചുഗീസുകാരുടെ വരവ് മുതൽ 1498 മുതൽ 1665 വരെയുള്ള കാലഘട്ടം ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അവിടെ ഈ മാർത്തോമ അതുപോലെ തന്നെ അർക്കദിയാക്കന്മാര്, മാർത്തോമ്മമാര് അവരൊക്കെയും ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചു. അവസാനം ഒരു പുതിയ ഘട്ടത്തിലേക്ക് സഭ കടക്കുകയാണ്, ഒരു പുതിയ ചരിത്രം ആരംഭിക്കുകയാണ് 1665 മാർ ഗ്രിഗോറിയോസിന്റെ വരവോടുകൂടി. അപ്പോൾ മാർ ഗ്രിഗോറിയോസ് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ആരാധനക്രമങ്ങളും മറ്റ് പാരമ്പര്യങ്ങളും മലങ്കരയിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങി. അപ്പം ഓർക്കണം, അന്ന് വരെ നമുക്ക് ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് തുടങ്ങുന്നത്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഓപ്പോസിറ്റ് ഫാക്ഷൻ പറയുന്നത് പോലെ ഇത് അങ്ങ് മാർത്തോമായുടെ കാലം മുതൽ, മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ ഉണ്ടായിരുന്നതാണ് എന്നൊക്കെ പറയുന്നതിന് യാതൊരു ചരിത്രപരമായ അടിസ്ഥാനവുമില്ല. എന്നാൽ 1665 മാർ ഗ്രിഗോറിയോസ് വന്നതിന് ശേഷം അദ്ദേഹമാണ് ഈ അന്ത്യോക്യൻ വിശ്വാസമാകട്ടെ, അല്ലെങ്കിൽ പാരമ്പര്യമാകട്ടെ, അല്ലെങ്കിൽ സഭാ ജീവിത രീതികളാകട്ടെ ഒക്കെയും മലങ്കര സഭയിൽ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. മലങ്കരയിൽ പരിചിതമായിരുന്ന പേർഷ്യൻ സുറിയാനി ഭാഷ അന്ത്യോക്യൻ സുറിയാനിയുടെ വകഭേദമായിരുന്നതിനാൽ, അപ്പൊ അന്ന് വരെ ഉണ്ടായിരുന്നത് നമുക്ക് ഈസ്റ്റേൺ സുറിയാക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഈസ്റ്റേൺ സുറിയാക്ക്, അല്ലെങ്കിൽ പേർഷ്യൻ സുറിയാനിയാണ് നമ്മൾ കൽദായ സുറിയാനിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മാർ ഗ്രിഗോറിയോസ് വന്നപ്പോഴത്തേക്ക് അത് മാറി വെസ്റ്റേൺ സിറിയക്ക്, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന അന്ത്യോക്യൻ സുറിയാനി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം ഇത് തമ്മിൽ അതിന്റെ ഉച്ചാരണത്തിനായാലും മറ്റു പല കാര്യങ്ങൾക്കും വ്യത്യാസം അല്പം ഉണ്ടെങ്കിലും പക്ഷെ ആശയവിനിമയം ചെയ്യുവാനായിട്ട് പ്രയാസമില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് വരെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ പേർഷ്യൻ സുറിയാനി ഉണ്ടായിരുന്നത് കൊണ്ട്
ഈ മാർ ഗ്രിഗോറിയോസിന് ആശയവിനിമയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയും എളുപ്പമായി. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പെട്ടെന്ന് സഭയിൽ അഡാപ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായത്. പട്ടക്കാരുടെ ആരാധനയിലെ വസ്ത്രങ്ങൾ, വിശുദ്ധ കുർബാനയിലെ പുളിപ്പുള്ള അപ്പം, സഭാ പഞ്ചാംഗം എന്നിവ ഭേദപ്പെടുത്തി. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതൊക്കെയും അതിൻ്റെ തുടർച്ചയാണ്. സുറിയാനി സഭയോടുള്ള ഐക്യരൂപം പുനഃസ്ഥാപിച്ചു. അദ്ദേഹത്തെ റോമൻ പാപ്പ നിയോഗിച്ചതാണെന്ന് മാർത്തോമ കളവായി പ്രചരിപ്പിച്ചതിനാലായിരുന്നു അദ്ദേഹത്തിന് മലങ്കരയിൽ സ്വീകാരം ലഭിച്ചതെന്ന് റോമൻ കത്തോലിക്ക ചരിത്രകാരന്മാർ ആരോപിച്ചിരുന്നത് ഇവിടെ വിസ്മരിക്കാവുന്നതല്ല. അപ്പം ഈ റോമൻ കത്തോലിക്കര് അതിനെയും കളിയാക്കുകയാണ്. കാരണം ഇത് പാപ്പ പറഞ്ഞു വിട്ടതാണ്, റോമൻ പാപ്പ പറഞ്ഞു വിട്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗീകാരത്തോടെ വന്നതാണ്, അതുകൊണ്ടാണ് ഇവിടുത്തെ മലങ്കരയിലെ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ സ്വീകരിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. പക്ഷെ അദ്ദേഹം നേരിട്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. 16 17 നൂറ്റാണ്ടിലെ കേരള ക്രിസ്ത്യാനികൾ സഭാചരിത്രം, റോമൻ കത്തോലിക്ക സഭയുടെ പൗരസ്ത്യ സഭയുടെയും പാരമ്പര്യ വൈവിധ്യമോ സംബന്ധിച്ച് വേണ്ട അറിവുള്ളവരായിരുന്നില്ല. അപ്പൊ നമുക്കറിയാം, അന്നത്തെ വിദ്യാഭ്യാസ യോഗ്യതയാകട്ടെ അല്ലെങ്കിൽ ലോകപരിചയമാകട്ടെ വളരെ പരിമിതമായിരുന്നതുകൊണ്ട് കേരള ക്രിസ്ത്യാനികൾക്ക് സഭാചരിത്രമാകട്ടെ, റോമൻ കത്തോലിക്ക സഭയുടെയും പൗരസ്ത്യ സഭകളുടെയും പാരമ്പര്യം തമ്മിലുള്ള വ്യത്യാസമാകട്ടെ ഒന്നും മനസ്സിലാക്കുവാനുള്ള അറിവോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളോ അതിനുള്ള സാധ്യതകളോ ഇല്ലായിരുന്നു. അത് പരമാവധി പ്രയോജനപ്പെടുത്തി റോമൻ കത്തോലിക്ക സഭയിലാക്കുവാനുള്ള ഉദ്യമമായിരുന്നു പോർച്ചുഗീസുകാരും കർമ്മലീത്തരും നടത്തി വന്നത്. അപ്പൊ ഈ അറിവില്ലാത്ത ഒരു സമൂഹത്തെ പരമാവധി ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ പരമാവധി ഉപയോഗിക്കുക, അങ്ങനെ റോമൻ കത്തോലിക്ക സഭയോട് ചേർത്ത് നിർത്തുക, അതാണ് പോർച്ചുഗീസുകാരും കർമ്മലീത്തരും ചെയ്തുകൊണ്ടിരുന്നത്. വളരെ വൈഷമ്യങ്ങൾ സഹിച്ചാണ് മാർത്തോമായുടെ പക്ഷം ഇതിനെതിരെ ചെറുത്തു നിന്നത്. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു അതിനെതിരായിട്ട് ചെറുത്തു നിന്നു എന്നുള്ളത്. അപ്പോൾ ഈ അറിവും കഴിവും ഒന്നുമില്ലാതെ അല്ലെങ്കിൽ രാജകീയമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പിൻബലം ഒന്നുമില്ലാതെയാണ് ഇവർ ചെയ്തതെന്നുള്ളത് ഓർത്തോണം. അത്രമാത്രം ധീരതയും അതുപോലെ ദൈവത്തിലുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസവും അന്നത്തെ പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ ഇങ്ങനൊരു സഭ പോലും ഇന്ന് കേരളത്തിലാകട്ടെ ലോകത്തിലെങ്ങും കാണാൻ സാധ്യതയില്ലായിരുന്നു. അത് മാർത്തോമായുടെ പൈതൃകം, പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുവന്ന പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടതകളാണ് നമ്മൾ കണ്ടത്. മാർത്തോമായും മാർ ഗ്രിഗോറിയോസും 6 വർഷക്കാലം പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചു. അതിനാൽ തന്നെ മാർത്തോമായുടെ സ്ഥാനം ഗ്രിഗോറിയോസ് സ്ഥിരീകരിച്ചിരുന്നില്ല എന്ന അഭിപ്രായത്തിന് സ്ഥാനമില്ല. അപ്പൊ ഗ്രിഗോറിയോസ് മാർത്തോമായെ അംഗീകരിച്ചതുകൊണ്ടാണ് ഈ 6 വർഷം ഒരുമിച്ച് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത്. അംഗീകരിച്ചില്ല എന്ന് പഠിപ്പിക്കുന്നത് തെറ്റാണ്. മാർ ഗ്രിഗോറിയോസ് 1671 മാർത്തോമ 1673 നിര്യാതരായി. അങ്ങനെ അവരുടെ കാലം അവസാനിക്കുകയാണ്. 1653 പ്രതിജ്ഞ തന്റെ ബലഹീനതയിൽ കൂടി ആയാൽ പോലും മരണപര്യന്തം നിലനിർത്തി കൃതകൃത്യനായി തന്നെയാണ് മാർത്തോമ ഇഹലോകവാസം വെടിഞ്ഞത്. അപ്പം 1653 മുതൽ 73 വരെ 20 വർഷം മാർത്തോമ ഒന്നാമൻ ഭരണം നടത്തി. അദ്ദേഹം അന്ന് എടുത്ത പ്രതിജ്ഞ, കൂനം കുരിശ് സത്യത്തിലെടുത്ത പ്രതിജ്ഞ മരണപര്യന്തം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു എന്നാണ് കാണുന്നത്. നമ്മൾ അദ്ദേഹത്തെ ആ രീതിയിലാണ് ഓർക്കുന്നത്. മാർ ഗ്രിഗോറിയോസിന്റെയും മാർത്തോമായുടെയും യോജിച്ച പ്രവർത്തനം മൂലം റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരായി മലങ്കര സഭയെ പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വളരെ സാധിച്ചു. അദ്ദേഹം 1668 പറവൂർ, കണ്ടനാട്, മുള്ളന്തുരുത്തി പള്ളികൾക്ക് അയച്ച പൊതുലേഖനത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അവ ഇപ്രകാരമാണ്. മാർ ഗ്രിഗോറിയോസിന്റെ ഒരു കൽപ്പന അല്ലെങ്കിൽ അദ്ദേഹം പള്ളികൾക്ക് അയച്ച ഒരു പൊതുലേഖനമാണ്. ഏതെല്ലാം പള്ളികളാണ് അത്? പറവൂർ, കണ്ടനാട്, മുളന്തുരുത്തി. മാർ ഗ്രിഗോറിയോസിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. 1. മലങ്കര സഭയുടെ ആദ്യത്തെ 1600 വർഷക്കാലം ഈ സഭ റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗമായിരുന്നില്ല. പോർച്ചുഗീസുകാർ അനധികൃതമായി സഭാ പാരമ്പര്യത്തെ ഭേദപ്പെടുത്തുകയായിരുന്നു.
ആ കാലത്ത് ജീവിച്ച് മരിച്ചു പോയവർ ക്രിസ്തീയ രക്ഷയ്ക്ക് അർഹരല്ലേ? അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ചോദിക്കുകയാണ്. കത്തോലിക്ക സഭയുമായിട്ട് ഈ 1600 വർഷം യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പോർച്ചുഗീസുകാരുടെ ഒരു വലിയ അവര് അനധികൃതമായിട്ട് സഭാ പാരമ്പര്യത്തെ ഭേദപ്പെടുത്തിയതാണ്. അപ്പൊ അന്ന് അവർ പറഞ്ഞു കാണും, റോമൻ കത്തോലിക്ക സഭയുടെ ആകാത്തവർക്ക് രക്ഷയില്ല, ക്രിസ്തീയ രക്ഷ അവർക്ക് ലഭിക്കുകയില്ല എന്നൊക്കെ. അതുകൊണ്ട് അദ്ദേഹം ആ രീതിയിൽ ആ ലേഖനത്തിൽ കാണിക്കുകയാണ്. രണ്ടാമത്, ഈ കാലം അത്രയും മലങ്കരയിലെ പട്ടക്കാർക്ക് വിവാഹം അനുവദിച്ചിരുന്നു. റോമൻ കത്തോലിക്കർ അത് വിലക്കുക മൂലം അസാൻമാർഗികത്തിലേക്ക് അവർ പ്രേരിതരാകുന്നു, വിവാഹം മുടക്കി. അതുകൊണ്ട് കുറെയൊക്കെ അസാൻമാർഗികത, ഇമ്മോറാലിറ്റി കയറി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 3, മലങ്കര സഭയുടെ നോമ്പുകൾ അവർ ഭേദപ്പെടുത്തി. വലിയ നോമ്പിൽ പോലും മത്സ്യവും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിരുന്നു. അത് പോർച്ചുഗീസുകാരും കർമ്മലിത്തരും ഒക്കെ ഭരണം നടത്തുന്ന സമയത്തെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. അത് മാർ ഗ്രിഗോറിയോസ് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ നോമ്പിൽ പോലും ഈ രീതിയിൽ നോമ്പ് മുടക്കുന്ന വിധത്തിൽ നിരോധിക്കപ്പെട്ട ഭക്ഷണങ്ങളും മറ്റും കഴിച്ചിരുന്നു. 4, വിശ്വാസപരമായ റോമൻ കത്തോലിക്ക സഭയും സുറിയാനി സഭയും തമ്മിലുള്ള വ്യത്യാസം സംബന്ധിച്ച് മറ്റൊരു ലേഖനം വ്യക്തമാക്കുന്നതായുള്ള കാര്യം ചൂണ്ടിക്കാണിക്കും. അതിന് വേറൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. 5, നാം വിശ്വസിക്കേണ്ടത് റോമാ സഭയിലല്ല, കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ കാണിക്കുന്നു. അതാണ് മാർ ഗ്രിഗോറിയോസിന്റെ വരവോടുകൂടി സഭയിൽ ഉണ്ടായ പുത്തൻ ഉണർവും അതുപോലെ തന്നെ അദ്ദേഹം പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമ്മൾ കാണുന്നത്. അടുത്ത പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ 3-ാമത്തെ പാഠത്തിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ ഇതിനകത്ത്? ആരുടെയും മുഖം കാണുന്നില്ല, ആരുടെയും ശബ്ദം കേൾക്കുന്നില്ല. ആൾക്കാരുണ്ട്, തീർച്ചയായിട്ടും. ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പാഠത്തിലേക്ക് കയറുകയാണേ. ഈ ഗ്രിഗോറിയോസ് ഒരു വിശുദ്ധനായിട്ടാണോ നമ്മുടെ സഭയില്? ഗ്രിഗോറിയോസിനെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. നമ്മള് അദ്ദേഹത്തെ ഒരു പിതാവായിട്ട്, അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള ഒരു പിതാവായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, അതെന്തെങ്കിലും ഉണ്ട്? പാഠം 4, മാർത്തോമ ബിഷപ്പന്മാർ. അതിന്റെ പ്രാരംഭം, അത് കഴിഞ്ഞാൽ പിന്നെ 1-ാമത് 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ എന്തായിരുന്നു എന്നുള്ളത്. അടുത്തത്, പരാജയം അടഞ്ഞ മാർ ഗബ്രിയേലിന്റെ യത്നം. അവസാനമായിട്ട് മുന്നേറ്റം പ്രാപിച്ച അന്ത്യോക്യൻ സിറിയൻ യത്നം. ഈ കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ കാണുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാം. അതിന്റെ പ്രാരംഭമായിട്ട് ഈ പ്രകാരം ചിന്തിക്കാവുന്നതാണ്. മാർത്തോമ 1-ാമന് ശേഷം 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യം വരെ 5 മാർത്തോമ മെത്രാന്മാർ പിൻഗാമികളായി വന്നു. 2-ാമനും 3-ാമനും കാര്യമായി ഒന്നും ചെയ്തില്ല. 4-ാമൻ ദീർഘകാലം ഭരണം നടത്തി. അദ്ദേഹത്തിന്റെ കാലത്താണ് നെസ്തോറിയൻ പാരമ്പര്യം മലങ്കരയിൽ പുനഃസ്ഥാപിക്കുവാൻ ബാബിലോണിൽ നിന്ന് വന്ന മാർ ഗബ്രിയേൽ ശ്രമിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ തിരോധാനത്തോടെ അത് അവസാനിച്ചു. 5ഉം 6ഉം മാർത്തോമമാർ പ്രാപ്തന്മാരായ നേതാക്കളായിരുന്നു. നേരത്തെ ഒരു ക്ലാസ്സിൽ ആരോ എന്നോട് ചോദിച്ചു ഈ ഗബ്രിയേലിനെ കുറിച്ച്. അദ്ദേഹം നെസ്തോറിയൻ ബിഷപ്പായിരുന്നു. ഈ മാർ ഗ്രിഗോറിയോസ് വന്നതിന് ശേഷം അദ്ദേഹം കേരളത്തിൽ വന്നയാളാണ്. അദ്ദേഹം കേരളത്തിലെ സഭയെ നെസ്തോറിയൻ സഭയുടെ ഭാഗമാക്കാനായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹം അതിനുവേണ്ടി ആഗ്രഹിച്ചെങ്കിലും അത് സാധിക്കാതെ അദ്ദേഹത്തിന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ ശ്രമം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യം വരെ നമ്മൾ നോക്കുമ്പോൾ 5 മെത്രാന്മാർ,
5 മാർത്തോമ മെത്രാന്മാര് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ സംക്ഷിപ്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വിഭജിതമായ മലങ്കര സഭയുടെ പൂർവ്വചരിത്രം ഇരുവിഭാഗവും മനസ്സിലാക്കി അതിനെ അർത്ഥപൂർണമായി വിലയിരുത്തി നിലനിൽക്കുകയല്ല ചെയ്തത്. റോമൻ കത്തോലിക്ക വിഭാഗത്തിന് മിഷണറിമാരുടെ നേതൃത്വം ലഭിച്ചു. മറുവിഭാഗം അന്ത്യോക്യൻ സുറിയാനി സഭയിൽ നിന്നും വന്ന പിതാക്കന്മാരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി നീങ്ങി. എന്നാൽ പോലും ഭരണപരമായ സ്വാതന്ത്ര്യം കൈവെടിയാൻ അവർ തയ്യാറായിരുന്നില്ല. റോമൻ കത്തോലിക്കർ ആഗ്രഹിച്ചത് റോമിന്റെ കീഴിൽ ഭരണം നടത്തുന്ന നാട്ടുമെത്രാന്മാർ വേണമെന്നായിരുന്നു. അപ്പോൾ ഈ സഭ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. പക്ഷെ രണ്ടുപേരും രണ്ടായിട്ട് മുന്നോട്ട് പോയതല്ലാതെ പൂർവ്വചരിത്രം പഠിക്കുവാനോ അല്ലെങ്കിൽ അതനുസരിച്ച് വേണ്ട വ്യത്യാസങ്ങൾ വരുത്തുവാനോ നന്നാകുവാനോ അല്ല ശ്രമിച്ചത്. പിന്നെയോ അവരവർക്ക് ലഭിച്ച ചെറിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ നിലനിന്നു. അതുപോലെ തന്നെ അവരുടെ ഭരണപരമായ സ്വാതന്ത്ര്യം കൈവിടാതെ തന്നെ അവർ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ ഇരു കക്ഷികളും തമ്മിൽ യോജിക്കണമെന്നുള്ള ആഗ്രഹം ഇരു വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉണ്ടായി. ഇത് വേദശാസ്ത്രപരമായ ഐക്യചിന്തയായിരുന്നില്ല. പകരം ഒന്നുകിൽ സുറിയാനിക്കാർ ഒരുമിച്ച് കഴിയണമെന്നുള്ളത് ചിന്ത, അല്ലെങ്കിൽ നേതൃത്വത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ച. ഈ ആലോചനകൾ 18ആം നൂറ്റാണ്ടിന്റെ അന്ത്യം വരെ നടന്നു വന്നു. റോമൻ കത്തോലിക്കർ റോമിന്റെ അംഗീകാരം വേണമെന്ന നിർബന്ധം പുലർത്തി. അതിനെ പൗരസ്ത്യ സഭ പാരമ്പര്യ വെളിച്ചത്തിൽ നേരിടുവാൻ മറുഭാഗത്തിന് ശക്തിയോ അറിവോ ഇല്ലായിരുന്നു. അതിനാൽ ഈ വിഷയത്തിൽ ചാഞ്ഞും ചരിഞ്ഞും ഉള്ള നിലപാടായിരുന്നു. റോമൻ കത്തോലിക്ക ഗ്രന്ഥകാരന്മാർ പ്രതിപക്ഷ ബഹുമാനം കൂടാതെ ഈ സഭയുടെ ചരിത്രം പരാമർശിക്കുമ്പോൾ അവർ ആ കാര്യം കണക്കിലെടുത്തിരുന്നില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകുക എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഒരുമിച്ച് പോയാൽ എന്താ എന്നൊക്കെ ചിന്തിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റോമൻ കത്തോലിക്കർക്ക് നിർബന്ധമായിരുന്നു റോമിന്റെ അംഗീകാരത്തോടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ റോമിന്റെ കീഴിൽ തന്നെ നിലനിൽക്കണമെന്നുള്ള ഒരു പിടിവാശി. അതുപോലെ തന്നെ കേരള ക്രിസ്ത്യാനികൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ നിലനിൽപ്പാൻ അവരും ആഗ്രഹിച്ചു. ഈ റോമൻ കത്തോലിക്ക ചരിത്രകാരന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ഗ്രന്ഥകാരന്മാരെ കുറിച്ച് പറയുമ്പോൾ അവര് പ്രതിപക്ഷ ബഹുമാനമില്ലാതെ നമ്മുടെ സഭയുടെ ചരിത്രം പരാമർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കണക്കിലെടുക്കാതെ തന്നെയാണ് അന്നത്തെ നേതാക്കന്മാര് മുന്നോട്ട് പോയത്. 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ എന്താണ് സംഭവിച്ചത്? മാർത്തോമ ഒന്നാമന്റെ പിൻഗാമി മാർത്തോമ രണ്ടാമനെ മാർ ഗ്രിഗോറിയോസ് വാഴിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന്റെ കാലഘട്ടമൊക്കെ പറയുമ്പോൾ അല്പം സംശയമൊക്കെ പറയുന്നുണ്ട്. അത് EM ഫിലിപ്പോസിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതിന്റെ ഡേറ്റുകളൊക്കെ പറയുന്നത്. പക്ഷെ അത് അത്രമാത്രം വിശ്വാസയോഗ്യമല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർ ഗ്രിഗോറിയസ് അദ്ദേഹത്തിനെ വാഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമന്റെ സഹോദരൻ സ്ഥാനം പ്രാപിച്ചു എന്നു. എന്നാൽ ഒരാഴ്ചയ്ക്ക് മാർത്തോമ ഒന്നാമന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് സ്ഥാനം പ്രാപിച്ചു. എന്നാൽ ഒരാഴ്ചക്കകം അദ്ദേഹം മരണപ്പെട്ടതിനാൽ ഒരു സഹോദരപുത്രനെ ആ സ്ഥാനത്ത് ഉപവിഷ്ടനാക്കിയെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. മാർത്തോമ രണ്ടാമനെ അന്നത്തെ റോമൻ കത്തോലിക്ക വിഭാഗത്തിന്റെ നേതാക്കളായിരുന്ന ബിഷപ്പ് ചാണ്ടിയും അർക്കദിയാക്കോൻ മാത്യുവും ബഹുമാനിച്ചിരുന്നു എന്ന് കാണാം. മാർത്തോമ രണ്ടാമൻ അപ്പൊ അദ്ദേഹത്തിന്റെ വാഴ്ച പ്രാപിച്ചത് തെറ്റാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ റോമൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന ബിഷപ്പ് ചാണ്ടിയും അർക്കദിയാക്കോൻ മാത്യുവും രണ്ടാം മാർത്തോമയെ ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൈമുത്തിയതായിട്ടൊക്കെ നമ്മളവിടെ വായിക്കുന്നു. മാത്യു അർക്കദിയാക്കോൻ മാർത്തോമ രണ്ടാമന്റെ കൈമുത്തിയത് കർമ്മലിത്തർ അദ്ദേഹത്തിന് എതിരായി ഉന്നയിച്ച ആരോപണമായിരുന്നു. അപ്പൊ കർമ്മലിത്തർ ഇത് കണ്ടുപിടിച്ചിട്ട് ഈ ബിഷപ്പ് ചാണ്ടിയെ അല്ലെങ്കിൽ മാത്യു അർക്കദിയാക്കോനെ ശാസിക്കുന്നുണ്ട്. അത് ചെയ്ത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ.
അദ്ദേഹം കത്തോലിക്ക സഭയോട് ശരിയായ വിശ്വസ്തത പുലർത്തിയിരുന്നില്ല എന്നതാണ് അവർ ആക്ഷേപിക്കുന്നത്. ആര്? ആർച്ച് ഡീക്കൻ മാത്യു. കാരണം എന്താ? രണ്ടാം മാർത്തോമായുടെ കൈമുത്തി. 1686 മാർത്തോമ രണ്ടാമൻ നിര്യാതനായി. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്തുമാത്രം വ്യത്യാസപ്പെട്ട ഇന്ന് സഭ വളർന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടുന്ന് പിന്നെ നമ്മുടെ കാതോലിക്ക ബാബ റോമിൽ പോയി, വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കാണുന്നു, അവർ തമ്മിൽ ആലിംഗനം ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റെല്ലാ സഭാ വിഭാഗങ്ങളിലും പെട്ട പിതാക്കന്മാരുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ ഇന്ന് ഈ പുരോഗമന കാലത്ത് വന്നു ചേർന്ന വ്യത്യാസങ്ങളാണ്. പക്ഷെ അന്ന് അത് വളരെ സീരിയസ് ആയിട്ട് അവർ കണ്ടിരുന്നു. 1686 മാർത്തോമ രണ്ടാമൻ നിര്യാതനായി. അതിനു മുമ്പ് 1685 അന്ത്യോക്യൻ സുറിയാനി മേൽപ്പെട്ടക്കാരായ ബസേലിയോസും ഈവാനിയോസും കേരളത്തിലെത്തി. വേറെ രണ്ടുപേര് വരെയാണ്. ഗ്രിഗോറിയോസ് വന്നു കഴിഞ്ഞിട്ട് വേറെ രണ്ടുപേര്, ബസേലിയോസും ഈവാനിയോസും. ഈ ബസേലിയോസ് ആണ് കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന എൽദോമാർ ബസേലിയോസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മഫ്രിയാനായിരുന്നു, അദ്ദേഹം അല്ലെങ്കിൽ ഒരു കാതോലിക്ക ആയിരുന്നു എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ബസേലിയോസ് എന്നുള്ള പേര്. ഈ ബസേലിയോസും അതുപോലെ തന്നെ ഇഗ്നാത്യോസ്, ഈ രണ്ട് പേരുകൾ സാധാരണ മെത്രാന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന പേരുകളല്ല. നമ്മുടെ സഭയിൽ ഒരു മെത്രാപ്പൊലീത്ത വാഴിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഇഗ്നാത്യോസ് എന്നോ ബസേലിയോസ് എന്ന പേര് കൊടുക്കുകയില്ല. കാരണം ഇത് രണ്ട് പാത്രിക്കീസിന്റെയും കാതോലിക്കായുടെയും പേരുകളാണ്. അതുകൊണ്ടാണ് ഈ ബസേലിയോസ് എന്ന് പറയുന്ന പിതാവ് ഒരു മഫ്രിയാനോ ആയിരുന്നു അല്ലെങ്കിൽ ഒരു കാതോലിക്ക ആയിരുന്നു എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നത്. ഇവരിൽ ബസേലിയോസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചരമമടങ്ങി. അങ്ങനെയാണ് കോതമംഗലത്ത് അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയ്ക്കകം അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഒന്നാമത് അദ്ദേഹം പ്രായാധിക്യമുള്ള ഒരു പിതാവായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് വന്നപ്പോൾ രോഗം പിടിപെട്ടു. പെട്ടെന്ന് അദ്ദേഹം മരിക്കുകയായിരുന്നു. 8 വർഷം കേരളത്തിൽ ജീവിച്ച ഈവാനിയോസ് 3ഉം 4ഉം മാർത്തോമാരെ വാഴിച്ചു. അത് രണ്ടുപേര് വന്നെന്ന് പറഞ്ഞല്ലോ, ബസേലിയോസും ഈവാനിയോസും. ബസേലിയോസ് പെട്ടെന്ന് മരിച്ചു. ഈവാനിയോസ് 8 വർഷം ജീവിച്ചിരുന്നു. അദ്ദേഹം 3ഉം 4ഉം മാർത്തോമാരെ വാഴിച്ചത് അദ്ദേഹമാണ്. മാർത്തോമ 3ആമൻ 2 വർഷവും 4ആമൻ 40 വർഷവും ഭരണം നടത്തി. 4ആമന്റെ കാലത്താണ് ഗബ്രിയേൽ മലങ്കരയിൽ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയത്, മാർത്തോമാരുമായി ഏറ്റുമുട്ടിയത്. ഇതിനെ പ്രതിരോധിക്കാൻ പ്രാപ്തരായ മെത്രാന്മാരെയും പട്ടക്കാരെയും അയച്ചു തരാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അന്ത്യോക്യൻ സുറിയാനി പാത്രിക്കീസിന് അയച്ച 2 കത്തുകളും അവിടെ എത്തിയില്ല. ഇപ്പോൾ മാർത്തോമ 4ആമൻ സമയത്ത് ഗബ്രിയേൽ വരുന്നു. ഗബ്രിയേൽ ഇവിടെ കാണിക്കുന്ന ഈ ഭരണം പിടിച്ചെടുക്കുവാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളൊക്കെയും നിരോധിക്കാൻ ആവശ്യമായി വന്നു. അതിന് പ്രാപ്തരായിട്ടുള്ള മെത്രാന്മാരെ അയച്ചിരണമെന്നൊക്കെയുള്ള അഭ്യർത്ഥന അയച്ചെങ്കിലും എങ്ങു നിന്നും അതിന് ഉത്തരം ലഭിച്ചില്ല. 1728 മാർത്തോമ 4ആമൻ നിര്യാതനായി. അതിനു മുൻപ് 5ആമനെ പിൻഗാമിയായിട്ട് വാഴിച്ചിരുന്നു. അദ്ദേഹം തനിച്ച് പിൻഗാമിയെ വാഴിച്ചതിനാൽ അദ്ദേഹത്തിന്റെ 1 മുതൽ 5 വരെയുള്ള മാർത്തോമാരുടെയും എപ്പിസ്കോപ്പൽ സ്ഥാനം ശരിയല്ല എന്ന് ആരോപണമുണ്ടായി. അതിന്റെ പിന്നിലും റോമൻ കത്തോലിക്കരുടെ പ്രേരണയുണ്ടായിരുന്നു. അപ്പൊ ഈ റോമൻ കത്തോലിക്കർക്ക് മറ്റൊന്നും സാധിക്കാതെ വന്നപ്പോഴേക്കും ഇവരുടെ സ്ഥാനം ശരിയല്ല, സ്ഥാന ന്യൂനതയുണ്ട്, ഇവർക്ക് കിട്ടിയ പട്ടം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ 1 മുതൽ 5 വരെയുള്ള മാർത്തോമാ മെത്രാന്മാരുടെയും സ്ഥാനം ശരിയല്ല എന്ന് റോമൻ കത്തോലിക്കർ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറെ ആളുകൾ മറുപക്ഷത്തോട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. മാർത്തോമ 1ആമന്റെ സ്ഥാനം ന്യൂനതയുള്ളതാണെന്ന് പറഞ്ഞപ്പോഴേക്കും കുറെ പേര് അങ്ങ് കത്തോലിക്ക പക്ഷത്തേക്ക് ചേരുന്നുണ്ട്. ഇപ്പോഴും ഈ കത്തോലിക്ക സഭയുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു നിലപാട് നമുക്കറിയാം. ഈ സീറോ മലങ്കര അല്ലെങ്കിൽ മലങ്കര റീത്ത് എന്ന് പറയുന്നത്, അവരുടെയൊക്കെ മനസ്സിന്റെ ഒരു ചിന്ത നമ്മളെ മുഴുവൻ മൂടോടെ അങ്ങ്
അവരുടെ കൂടെ ചേർക്കണമെന്നും പോപ്പിന്റെ കീഴിലാക്കണമെന്നൊക്കെ ഉള്ള ചിന്തയാണ്. അതിപ്പോഴും അത് തന്നെയാണ്. നമ്മുടെ പണ്ടത്തെ ഒരു തിരുമേനി പറയുമായിരുന്നു ഷീപ്പ് സ്റ്റീലിംഗ് എന്ന്. ഷീപ്പ് സ്റ്റീലിംഗ്, ആട് മോഷണം. അതിപ്പോഴും അവർ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും കാണിച്ച് പ്രേരിപ്പിച്ച് സ്വാധീനിച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇങ്ങനെ അത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ 1665 ഗ്രിഗോറിയോസിന്റെ വരവോടെ യാക്കോബായ വിശ്വാസം മലങ്കരയിൽ പ്രവേശിപ്പിച്ചു. അതോടെ അർക്കദിയാക്കോന്റെ മത്സരം ശീഷ്മയിൽ എത്തിച്ചേർന്നു. ശീഷ്മ എന്താണെന്ന് നേരത്തെ എന്നോട് ചോദിച്ചിരുന്നു. ശീഷ്മ എന്ന് പറഞ്ഞാൽ മുറിക്കൽ, അല്ലെങ്കിൽ ഈ വിഭാഗീയത സ്പ്ലിറ്റ് ആകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അർക്കദിയാക്കോൻ ആരാണ്? റോമൻ കത്തോലിക്ക വിഭാഗത്തിന്റെ നാട്ടിലെ ഭരണകർത്താവാണ്. ഇവിടെ മാർത്തോമ എന്ന് പറയുന്നത് സുറിയാനി ക്രിസ്ത്യാനിക്കാരുടെ ഭരണകർത്താവാണ്. അപ്പം ഈ ഗ്രിഗോറിയോസ് വന്നപ്പോഴത്തേക്കും ഈ ശീഷ്മ വളരെ വ്യക്തമായിട്ട് ഉണ്ടാവുകയാണ്. അങ്ങനെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിശ്വാസ വിപരീതികൾ നുഴഞ്ഞു കയറി. അങ്ങനെ വ്യാജമെത്രാൻ മാർത്തോമായെ അനുകൂലിച്ചവർ പുത്തൻ കൂറ്റുകാരും ചാണ്ടിയെ അനുകൂലിച്ചവർ പഴയ കൂറ്റുകാരും എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അതിന്റെ പിന്നിലും കത്തോലിക്കരുടെ ഒരു വലിയ കളിയുണ്ട്. അപ്പോൾ ഈ ശീഷ്മയുണ്ടായി, രണ്ടായി തീർന്നു. അപ്പോൾ മാർത്തോമ മാർത്തോമ ക്രിസ്ത്യാനിയുടെ ഇടയിൽ വിശ്വാസ വിപരീതകൾ ഉണ്ടായി നുഴഞ്ഞു കയറി എന്ന് പറയുന്നത് ഈ ഗ്രിഗോറിയോസും അതുപോലെ ബസേലിയോസും ഇവാനിയോസും ഒക്കെ വന്നതിനെ കുറിച്ചായി പറയുന്നത്. അതുകൊണ്ട് അവർക്ക് പേരിട്ടു. കേരളത്തിലെ തനതായ ക്രിസ്ത്യാനികളെ പുത്തൻ കൂറ്റുകാരെന്ന് അവർ വിളിച്ചു. റോമൻ കത്തോലിക്കര് പഴയ കൂറ്റുകാരുമായി. എന്തിനാ അങ്ങനെ ആ പഴയ കൂറ്റുകാരെന്ന്? ഞങ്ങളാണ് പരമ്പരാഗതമായിട്ടുള്ളവര്, ഞങ്ങളാണ് ഇവിടുത്തെ പഴയ ആളുകള്, പൗരാണികത ഞങ്ങൾക്കാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒത്തിരി ഇതുപോലുള്ള ഗിമിക്സുകൾ കാണിച്ച് ഒരുപാട് ഉപായങ്ങൾ പ്രയോഗിച്ചാണ് റോമൻ കത്തോലിക്കര് മലങ്കര സഭയെ വേദനിപ്പിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകമായിട്ട് കൊടുക്കുക. കൊല്ലാപ്പറമ്പിൽ അച്ഛന്റെ ചരിത്ര പുസ്തകത്തിൽ റോമൻ കത്തോലിക്ക സഭ മാത്രമാണ് ശരിയായ സഭയെന്ന നിലപാട് കാണാം. പൗരസ്ത്യ സഭകളെല്ലാം ഈ നിലപാടിനെ ചോദ്യം ചെയ്യുന്നതാണ്. മറ്റാരും അത് അംഗീകരിക്കുന്നില്ല. അതിനാൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ അടിസ്ഥാനമാക്കി ചരിത്ര പഠനം നടത്തിയാൽ അത് വസ്തുനിഷ്ഠമായ പഠനമായിരിക്കുകയില്ല. മലങ്കരയിലുണ്ടായ ശീഷ്മയിൽ ഇരുവിഭാഗവും ശീഷ്മയിലാണെന്നും എന്നതാണ് വാസ്തവം. അവയിൽ ഒന്ന് മറ്റതിനേക്കാൾ മേന്മ അവകാശപ്പെടുന്നത് ശരിയല്ല. റോമൻ കത്തോലിക്കർ പഴയ കൂറ്റുകാരെന്ന് വിളിക്കപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നത് അവരുടെ നിലപാട് കൂടുതൽ പുരാതനമെന്ന് ശഠിക്കുവാൻ ഏകപക്ഷീയമായി ഉപയോഗത്തിൽ വരുത്തിയതാണ്. ഒരു മെത്രാനെ ആവശ്യം വന്നാൽ വാഴിക്കുന്നത് സഭയുടെ അധികാരത്തിൽപ്പെട്ട കാര്യമായതിനാൽ ഒരു മാർത്തോമാ മെത്രാന്റെയും സ്ഥാനം അസാധുവെന്ന് കരുതേണ്ടതില്ല. അങ്ങനെ ആരോപിക്കുന്നത് സതുദ്ദേശപരമല്ല. അപ്പോൾ ഒരു സഭയുടെ ആവശ്യമാണ്, സഭയ്ക്ക് ഒരു മെത്രാൻ വേണം, ആ സഭയുടെ അധികാരത്തിൽപ്പെട്ടതാണ് ആ മെത്രാനെ വാഴിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഒരാളിനെ തിരഞ്ഞെടുക്കുക, സഭ അദ്ദേഹത്തെ മെത്രാനാക്കുക. ആ രീതിയിൽ എടുക്കുന്നതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല. അതിന്റെ സാധുതയെ ചോദ്യം ചെയ്യുവാനായിട്ടും പറ്റുകയില്ല. അപ്പൊ ഈ റോമൻ കത്തോലിക്ക നിലപാടുകളും അതുപോലെ തന്നെ സുറിയാനി അല്ലെങ്കിൽ പൗരസ്ത്യ സഭകളുടെ നിലപാടും തമ്മിലുള്ള വലിയ വ്യത്യാസം നമ്മളിവിടെ കാണുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത്. അടുത്തത് പരാജയം അടഞ്ഞ മാർ ഗബ്രിയലിന്റെ യത്നം. 1708 കേരളത്തിൽ എത്തിച്ചേർന്ന മാർ ഗബ്രിയലിന്റെ കൈവശം പേർഷ്യയിലെ റോമൻ കത്തോലിക്ക പാത്രിയർക്കീസ് ജോസഫ് രണ്ടാമന്റെ സാക്ഷ്യപത്രവും പ്രൊപ്പഗാൻഡ സംഘ നേതാവിന്റെ ഒരു കത്തുമുണ്ടായിരുന്നു. അപ്പൊ ഈ ഗബ്രിയേൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സുറിയാനിക്കാരായ റോമൻ കത്തോലിക്കരുടെ ഇടയിൽ അദ്ദേഹത്തിന് സ്വാഗതം ലഭ്യമായി. അപ്പൊ കുറെ പേര് അദ്ദേഹത്തെ അംഗീകരിച്ചു. അദ്ദേഹം പേർഷ്യൻ നെസ്തോറിയൻ സഭയുടെ ഏലിയ പത്താമന്റെ കീഴിലുള്ള ഒരു ബിഷപ്പായിരുന്നു. എന്നാൽ
പിന്നീട് റോമൻ കത്തോലിക്കരോട് ചേരാൻ സഭാപരിവർത്തനം ചെയ്ത ആളായിരുന്നു. അപ്പൊ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ്. പക്ഷെ അദ്ദേഹത്തിന് അതിൽ 1-2 പേപ്പറുകളുണ്ട്. ആ പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കേരളത്തിലുണ്ടായിരുന്ന കത്തോലിക്ക അനുഭാവികൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അദ്ദേഹം കത്തോലിക്കനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ പോപ്പിന്റെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, പേർഷ്യയിലെ റോമൻ കത്തോലിക്ക പാത്രിയർക്കീസ് ജോസഫ് രണ്ടാമന്റെ കീഴിലുള്ള ഒരു ബിഷപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കുന്നത്. ഗബ്രിയേൽ വന്നപ്പോൾ മാർത്തോമ 4-ന്റെ ഒപ്പം നിന്ന ചില പള്ളികളും ജനങ്ങളും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി. ഈ അവസരത്തിലാണ് അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ സഹായം ആവശ്യപ്പെട്ടത്. അത് ഫലപ്രാപ്തിയിൽ എത്തിയതുമില്ല. കുറെ പേര് അദ്ദേഹത്തെ അംഗീകരിച്ചു, അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നു. അതിനെ ഒന്ന് പ്രതിരോധിക്കാനായിട്ട് ആഗ്രഹിച്ച് അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ സഹായം ചോദിച്ചെങ്കിലും ആ സമയത്ത് സഹായം ലഭിച്ചില്ല എന്ന് കാണും. ഈ സഹായം ലഭിക്കാതെ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ പോയത്, ഒന്നാമത് ഈ ഡച്ച് കപ്പലിലോ അല്ലെങ്കിൽ പോർച്ചുഗീസ് കപ്പലിലൊക്കെയാണ് ഈ കത്തുകൾ കൊടുത്തു വിടുന്നത്. അതൊന്നും ശരിയായ സ്ഥലത്ത് വേണ്ട രീതിയിൽ എത്തിച്ചേരുകയില്ല. കാരണം അവരുടെ സ്വാധീനത്തിലാണ് അത് പോകുന്നത്. അത് ഒരുപക്ഷെ അവരത് നശിപ്പിക്കും, അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകും. അത് ചില ലൈബ്രറികളിലൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സഹായം ലഭിക്കാതെ പോയത്. അടുത്തത്, മാർ ഗബ്രിയേലിനോട് അതിർത്തി ഉണ്ടാകുവാൻ കാരണം എന്താണ്? അതാണ് ചിന്തിക്കുന്നത്. 16-ാം നൂറ്റാണ്ട് വരെ പേർഷ്യൻ സഭയുമായി ബന്ധപ്പെട്ടിരുന്ന മലങ്കര സഭ 1665 വന്ന മാർ ഗ്രിഗോറിയോസിനെ സ്വീകരിക്കാൻ തയ്യാറായത് ഭാഷയും പല പാരമ്പര്യങ്ങളും പേർഷ്യൻ സഭയിലും അന്ത്യോക്യൻ സുറിയാൻ സഭയിലും നിലവിലിരുന്ന സാമ്യ നിമിത്തമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഗബ്രിയേലിനെ നമ്മൾ എതിർക്കുന്നത്? അതാണ് ചിന്തിക്കുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ പ്രസക്തമാണ്. ഒന്ന്, ഗബ്രിയേലിന്റെ ഉദ്ദേശം മലങ്കര സഭയുടെ ഭരണം കൈയടക്കുന്നതായിരുന്നു. അതിനെ എതിർക്കുക സ്വാഭാവികം മാത്രം, ക്വൈറ്റ് നാച്ചുറൽ. നമ്മൾ അതിനെ എതിർക്കുക, അത് ഭരണം വിട്ടുകൊടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഭരണപരമായ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ സഹായം നമ്മൾ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഗബ്രിയേലിനെ എതിർക്കാൻ കാരണം, ഒന്ന്, ഭരണം ഇവിടുന്ന് അദ്ദേഹം പിടിച്ചടക്കുക എന്നുള്ള ഉദ്ദേശം. രണ്ടാമത്, ഗബ്രിയേൽ നെസ്തോറിയനായിരുന്നു. 1599 ഉദയംപേരൂർ സുന്നഹദോസ് വരെ മലങ്കരയിൽ നിലവിലിരുന്ന നെസ്തോറിയൻ വിശ്വാസത്തെ പോർച്ചുഗീസുകാർ ഹാസ്യമായി ചിത്രീകരിക്കുകയും ആ സുന്നഹദോസിൽ അവയെ പാടെ ഉന്മൂലനം ചെയ്യുവാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. 1599 വരെയുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സുന്നഹദോസിൽ അന്ന് അവർ തീരുമാനമെടുത്തു, ഈ നെസ്തോറിയൻ എന്ന് പറയുന്നത് വിശ്വാസ വിപരീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുവാനായിട്ടുള്ള തീരുമാനം ഉണ്ടായി. മൂന്നാമത്, മാർ ഗ്രിഗോറിയോസ് വന്നപ്പോൾ പേർഷ്യൻ സഭയും അന്ത്യോക്യൻ സഭയും തമ്മിലുള്ള സമാനതകൾ പ്രയോജനപ്പെടുത്തി. എന്നാൽ 1685 വന്ന ഇവാനിയോസ് ഇവ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കി. ഇപ്പൊ മാർ ഗ്രിഗോറിയോസ് വന്നു, സഭകൾ തമ്മിലുള്ള പേർഷ്യൻ സഭയും അന്ത്യോക്യൻ സഭയും തമ്മിലുള്ള സാമ്യം ഒക്കെ പറഞ്ഞു. പക്ഷേ മാർ ഇവാനിയോസ് വന്നപ്പോഴാണ്, ബസേലിയോസിനോടൊപ്പം വന്ന ഇവാനിയോസ് വന്നപ്പോഴാണ് തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കുന്നത്. എന്താണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം? മാർ ഇവാനിയോസ് 431 എഫേസോസ് സുന്നഹദോസിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ഉപദേശത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയും എന്നാൽ 451 നടന്ന കൽക്കദോൻ സുന്നഹദോസിനെ അംഗീകരിക്കുന്ന റോമൻ കത്തോലിക്ക നിലപാടിനെ എതിർക്കുകയും ചെയ്തു. ഇതാണ് ഈ വ്യത്യാസം. മാർ ഇവാനിയോസ് പഠിപ്പിക്കാൻ തുടങ്ങി, വിശ്വാസം പഠിപ്പിക്കാൻ തുടങ്ങി. ഒന്ന്, എന്താണ് അന്ത്യോക്യൻ സഭയുടെ വിശ്വാസം അല്ലെങ്കിൽ പൗരസ്ത്യ സഭകളുടെ വിശ്വാസം എന്ന് പറയുന്നത് AD 431 നടന്ന എഫേസോസ് സുന്നഹദോസിലെ നിശ്ചയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ റോമൻ കത്തോലിക്കർക്ക് മറ്റൊരു സുന്നഹദോസ് കൂടി ഉണ്ടായി. 451 ആ കൽക്കദോനിൽ നടന്ന സുന്നഹദോസിലെ തീരുമാനങ്ങൾ പൗരസ്ത്യ സഭകൾ അല്ലെങ്കിൽ ഓറിയന്റൽ സഭകൾ അതിനെ തള്ളിക്കളയാ ചെയ്തത്. അതിന്റെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ഒരിക്കൽ ഈ നമ്മുടെ ക്ലാസ്സിൽ ആരോ ചോദിച്ച് നമ്മളത് ചിന്തിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു ആ വ്യത്യാസം? യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ഉപദേശത്തിൽ
സ്വീകരിക്കുന്ന നിലപാടുകളാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശത്തിലുള്ള പഠിപ്പിക്കലിന്റെ വ്യത്യാസം. അപ്പോൾ എന്തായിരുന്നു ആ പഠിപ്പിക്കൽ? നമ്മൾ കണ്ടതാണ്. എന്നാൽ 451 നടന്ന കൽക്കദോൻ സുന്നതോസിനെ അംഗീകരിക്കുന്ന റോമൻ കത്തോലിക്ക നിലപാടിനെ എതിർത്തു. അന്ത്യോക്യൻ സുറിയാനി സഭ 431 അടിസ്ഥാനത്തിൽ 451 സുന്നതോസിനെയും അതിനെ അംഗീകരിച്ച സഭകളെയും മാത്രമല്ല 431 സുന്നതോസിനെ സ്വീകരിക്കാതെ കഴിഞ്ഞ പേർഷ്യൻ സഭയെയും നിശിതമായി വിമർശിച്ചിരുന്നു. അപ്പൊ അവിടെ ഈ ക്രിസ്തുശാസ്ത്രം അല്ലെങ്കിൽ ക്രിസ്റ്റോളജി അല്ലെങ്കിൽ തിയോളജി അങ്ങനെയുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സഭകൾ തമ്മിൽ വിഭിന്നമായ അഭിപ്രായത്തിൽ കഴിയുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈവാനിയോസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. 1665 ഗ്രിഗോറിയോസിന്റെ വരവോടെ ആരംഭിച്ച മലങ്കര സഭയുടെ അന്ത്യോക്യൻ സുറിയാനി സഭയുമായിട്ടുള്ള ബന്ധം അതിന്റെ തനി രൂപത്തിൽ പ്രകടമായത് 1685 വന്ന മാർ ഈവാനിയോസിന്റെ ശ്രമം മൂലമാണ്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഉപദേശം ഒഴികെ മറ്റു സുപ്രധാന കാര്യങ്ങളിലെല്ലാം ഈവാനിയോസും ഗബ്രിയേലും തമ്മിൽ യോജിപ്പുണ്ടായിരുന്നു. ഈ രണ്ടുപേരും പ്രതിനിധാനം ചെയ്യുന്ന സഭകൾക്ക് ഒരുപോലെ തന്നെ റോമൻ കത്തോലിക്കരുടെ ആഗോളാധീശത്വം അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സത്യം ആണ് അന്ന് മലങ്കരയിൽ ആരും മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ ഈ സാമ്യമുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പോവുക. മുൻപ് വന്ന അബ്രഹാമും ഈ ഗബ്രിയേലും നെസ്തോറിയന്മാരായിരുന്നു. അവർക്ക് ഇവിടുത്തെ സാഹചര്യത്തിൽ റോമൻ കത്തോലിക്കരുടെ കെട്ടുറപ്പിനെ ഭേദിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയാതെ വന്നതിനാൽ അവരിരുവരും കത്തോലിക്ക സഭയോട് ഐക്യപ്പെട്ടവരായിട്ട് ഭാവിക്കുകയായിരുന്നു, പ്രിറ്റൻഡ് ചെയ്യുകയാണ്. കാരണം ഇവിടെ നിന്ന് പഴിച്ചു പോകാൻ വേണ്ടി. മലങ്കരയിലെ 2 വിഭാഗങ്ങളിൽ നിന്നുമായി 22 പള്ളികൾ മാർ ഗബ്രിയേലിനെ അനുകൂലിച്ചു. 1731 നിര്യാണം പ്രാപിച്ച് കോട്ടയം ചെറിയ പള്ളിയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. പിന്നീട് ഈ CMS മിഷണറിമാരൊക്കെ വന്ന കാലം വരെയും അദ്ദേഹത്തിന്റെ ഓർമ്മ നടത്തിക്കൊണ്ടിരുന്നതാണ് പറയുന്നത് 19-ാം നൂറ്റാണ്ടില്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മയും ഇല്ലാതെയായി എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഖബർ അവിടുന്ന് പൊളിച്ചു മാറ്റിയതായിട്ടൊക്കെയുള്ള കഥകൾ വേറെയുണ്ട്. അങ്ങനെ ഗബ്രിയേലിനെ അദ്ദേഹത്തിന്റെ യത്നം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓർമ്മ കൂടെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് അന്ന് കാര്യങ്ങൾ സംഭവിച്ചത്. അടുത്തത് മുന്നേറ്റം പ്രാപിച്ച അന്ത്യോക്യൻ സിറിയൻ യത്നങ്ങളാണ്. 1678 വന്ന മാർ അന്ത്രയോസ് എന്ന മലങ്കരയിലെ വിശ്വാസികൾ അന്ത്രയോസ് ബാവ എന്നും കല്ലട വല്യപ്പൂപ്പനെന്നും പുത്തൻകാവ് വല്യപ്പൂപ്പനെന്നും അറിയപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ പുരോഹിതനായിട്ടോ ഏത് സഭാ അംഗമായിരുന്നു എന്നോ നിശ്ചയമില്ല എന്നും EM ഫിലിപ്പോസ് പ്രസ്താവിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആരായിരുന്നാലും ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ വളരെ അംഗീകാരമുള്ള ഒരു വിശുദ്ധനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഇതിനകത്ത് പല കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നില്ല എന്നും മദ്യാസക്തനായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് VC ശമലച്ചന്റെ ഭാഷ്യമല്ല, മറ്റാരോ പറയുന്നതായിട്ട് അദ്ദേഹം എടുത്തു പറയുകയാണ്. അത് EM ഫിലിപ്പോസ് ആയിരിക്കണം അങ്ങനെ പറയുന്നത്. അപ്പം ഈ സമയത്താണ് അദ്ദേഹവും വരുന്നത്. അദ്ദേഹം പാത്രിയർക്കീസ് ആണെന്ന് പറഞ്ഞ് മാർത്തോമാ രണ്ടാമനെ വൈദികർക്ക് പട്ടം കൊടുക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. ഇത് മാർത്തോമായോടുള്ള റോമൻ കത്തോലിക്ക വൈരാഗ്യത്തെ കാണിക്കാൻ പറയുന്നതാകാമെന്ന് വ്യക്തമാണ്. മലങ്കരയിലെ ആളുകളുടെ സഭാപരമായ അജ്ഞതയും വീരാരാധന സ്വഭാവത്തെയും യൂറോപ്യൻ മിഷണറിമാരും അന്ത്യോക്യൻ സുറിയാനിക്കാരും ഒരുപോലെ ചൂഷണം ചെയ്യാൻ. ഇപ്പോൾ ഒരിടത്ത് പട്ടം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കയറി ചെന്ന് അവിടെ പ്രശ്നമുണ്ടാക്കി ആ കുർബാനയൊക്കെ മുടക്കിയതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹം വലിയ അധികാരം ജനങ്ങളുടെ ഇടയിൽ കാണിക്കാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല ചിന്തകളും അല്പം മോശമായ ചിന്തകളും ഒക്കെ ഇടകലർന്ന് കിടപ്പുണ്ട്. ഈ അന്ത്രയോസ് യാക്കോബായ സഭയിൽ നിന്ന് ബഹിഷ്കൃതനായ പട്ടക്കാരനായിരുന്നു എന്നും
കർമ്മലീത്ര പറയുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം വന്ന സഹോദരൻ ഇവിടെ കാട്ടുമങ്ങാട്ട് കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് ഇവിടെ തന്നെ ജീവിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതൊക്കെ അതിന്റെ കൂടെയുള്ള കാര്യങ്ങളാണ്. 1665 ശേഷവും മലങ്കർ സഭയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടായില്ല. സുറിയാനി ഭാഷ വശമുള്ള ആരെങ്കിലും സുറിയാനി സഭാ പാരമ്പര്യത്തിൽ നിന്ന് വന്നാലും അവർക്ക് ഇവിടെ നല്ല സ്വീകാരം ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഇവരെയൊക്കെ അന്ന് സ്വീകരിച്ചിരുന്നത്. 1685 ശേഷം മാർ ബസേലിയോസ്, ഈവാനിയോസ് ഇവരുടെ ആഗമനം സഭയുടെ കാര്യങ്ങളിൽ സുരക്ഷിതമായ ഒരടിസ്ഥാനം നിലവിൽ വരുവാൻ കാരണമായി. ഇതിൽ മാർ ബസേലിയോസ് ഒരു മഫ്രിയാന അഥവാ കാതോലിക്കോസ് ആയിരുന്നുവെന്ന് അദ്ദേഹത്തെയും കൂടെ മറ്റൊരു ബിഷപ്പിനെയും അയച്ചത് മലങ്കരയിൽ അന്നത്തെ അവസ്ഥ മനസ്സിലാക്കിയ സുറിയാനി സഭാധ്യക്ഷൻ മലങ്കരയിൽ മേൽപ്പെട്ട സ്ഥാനം നൽകി അതുമൂലം സഭയെ സ്വാധീനത്തിൽ വരുത്തുവാനായിരുന്നിരിക്കണം. അപ്പൊ മലങ്കര സഭയിലെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വന്ന് മെത്രാന്മാരെയൊക്കെ വാഴിച്ചു, വൈദികരെയൊക്കെ വാഴിച്ച് ആ സഭയെ അന്ത്യോക്യൻ സഭയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഉദ്ദേശവും അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അതൊന്നും സാധിക്കാതെ മാർ ബസേലിയോസ് ദിവസങ്ങൾക്കുള്ളിൽ നിര്യാതനായി. മാർ ഇവാനിയോസ് വിശ്വാസപരമായ പാരമ്പര്യങ്ങൾ മലങ്കരയിൽ പ്രചരിപ്പിക്കുവാൻ മാർ ഗ്രിഗോറിയോസ് തുടങ്ങി വെച്ച യത്നങ്ങൾ കാര്യക്ഷമമായി തീർന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. അദ്ദേഹം മുന്നോട്ട് വെച്ച 6 ആശയങ്ങൾ: 1. വിശ്വാസ പ്രമാണത്തിൽ എടുത്തു പറയുന്ന കാതോലികവും ശൈഹികവുമായ ഏകവിശുദ്ധ സഭ കത്തോലിക്ക സഭയല്ല, എന്നാൽ നിക്യ, കുസ്തന്തീനോപ്പോലിസ്, എഫേസോസ് എന്നീ സുന്നതദോസുകളിൽ അംഗീകരിച്ച തത്വങ്ങളിൽ അധിഷ്ഠിതമായ പൊതുസഭയാണ്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള സഭ എന്നുള്ളത് 1. രണ്ടാമത്, യേശു ക്രിസ്തു ഏകയാളും ഏക സ്വഭാവവുമാണ്. കലർപ്പോ കുഴച്ചിലോ കൂടാതെയും ഒന്നിന്റെ ഗുണത്തിനോ പൂർണ്ണതയ്ക്കോ ഭംഗം വരാതെയും ദൈവത്വവും മനുഷ്യത്വവും ക്രിസ്തുവിൽ അവിഭാജ്യമായി യോജിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അതാണ് ശരിയായിട്ടുള്ള നമ്മുടെ വിശ്വാസം. അപ്പൊ 451 കലക്കതോൻ സുന്നതദോസിലെ വിശ്വാസം നേരെ എതിരാണ്. അത് ഇരു സ്വഭാവവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ഏകയാളും ഏക സ്വഭാവവുമാണ്. കലർപ്പോ കുഴച്ചിലോ കൂടാതെയും ഒന്നിന്റെ ഗുണത്തിനോ പൂർണ്ണതയ്ക്കോ ഭംഗം വരാതെയും ദൈവത്വവും മനുഷ്യത്വവും ക്രിസ്തുവിൽ അവിഭാജ്യമായി യോജിച്ചിരിക്കും. നമുക്കത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇന്നത്തെ പിതാക്കന്മാർ എത്രമാത്രം അത് മനസ്സിലാക്കിയാണ് ചെയ്തതെന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 3-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ മഹത്വീകരിക്കപ്പെടുന്നു. അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. പക്ഷെ കത്തോലിക്കരുടെ വിശ്വാസ പ്രമാണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പറയുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ട് എന്നാ പറയുന്നത്. ആ വ്യത്യാസമുണ്ട്. നമ്മൾ പറയുന്നത് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ മഹത്വപ്പെടുത്തുന്നു. അവർ പറയുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നാണ്. അപ്പൊ അതിന്റെ വിശ്വാസപരമായിട്ടുള്ള വലിയ വ്യത്യാസമുണ്ട്. 4-ാമത്, രൂപവണക്കം തെറ്റാണെന്ന് മാർ ഇവാനിയോസ് പിതാവ് പഠിപ്പിച്ചു. 5, പുരോഹിതന്മാരുടെ അവിവാഹിത ജീവിതം കാനോനികമോ അല്ല. അവിവാഹിതരായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല എന്നാണ്. അതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് തെറ്റായ ഒരു കാര്യമാണെന്ന് തന്നെ പറയുന്നുണ്ട്. 6, വിശുദ്ധ കുർബാനയിൽ പുള്ളിപ്പുള്ള അപ്പം ഉപയോഗിക്കണം. ഇതെല്ലാം അദ്ദേഹം വന്നതിന് ശേഷം ഉള്ള പഠിപ്പിക്കലുകളായിരുന്നു. ഈ പറഞ്ഞ 2-ാമത്തെ സംഗതി നെസ്തോറിയരും റോമൻ കത്തോലിക്കരും അംഗീകരിക്കുന്നവയല്ല. ഏതാ 2-ാമത്തത്? യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നെസ്തോറിയരും അതല്ല പഠിപ്പിക്കുന്നത്, റോമൻ കത്തോലിക്കരും അതല്ല പഠിപ്പിക്കുന്നത്. അവരുടെ പഠിപ്പിക്കൽ വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതിനെ ആണ് ഗബ്രിയേൽ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചതും അതിനെ നേരിടുവാൻ മാർത്തോമ 4-ാമൻ പാത്രിക്കീസിന് സഹായം അഭ്യർത്ഥിച്ചത്. അപ്പൊ ഇവിടെയാണ് പ്രധാനമായിട്ട് ഈ പോരാട്ടം ഉണ്ടായത്. വിശ്വാസപരമായിട്ട് സഹായം തക്ക സമയത്ത് ലഭിച്ചില്ല എങ്കിലും മലങ്കര സഭ ആ പ്രതിസന്ധിയെ അതിജീവിച്ചു. അന്ത്യോക്യൻ സുറിയാനി സഭയുമായുള്ള ബന്ധം ഈ വിധത്തിൽ മലങ്കരയിൽ സംജാതമായി. അങ്ങനെയാണ് ഈ പാഠം അവസാനിക്കുന്നത്. അന്ത്യോക്യ സഭയുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് മലങ്കര സഭയിൽ സംജാതമാകുന്നു എന്ന് പറഞ്ഞ് ഈ പാഠം അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഇന്നത്തെ പാഠം അവസാനിക്കുകയാണ്. ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ മുഖം കാണാൻ ആഗ്രഹമുണ്ട്. ഉറപ്പില്ലാത്ത അപ്പത്തിന്റെ കാര്യം
പുള്ളപ്പത്തിന്റെ കാര്യം പറയുന്നു. പുളിപ്പില്ലാത്ത അപ്പം അല്ലയോ? അത് മാറ്റിയതിന്റെ കാര്യം എന്നാ? ഞാൻ പറഞ്ഞില്ലേ, അന്ത്യോക്യൻ വിശ്വാസവും പാരമ്പര്യവും സഭാപരമായിട്ടുള്ള പഠിപ്പിക്കലുകളൊക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അത് അദ്ദേഹം ഇവിടെ പഠിപ്പിച്ചത്. പഴയ നിയമം അനുസരിച്ച് പുളിപ്പില്ലാത്ത അപ്പം അല്ലെ പാഷൻ പെസഹായുടെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പം അത് മാറി ക്രിസ്തു. അതെ, പുളിപ്പ് എന്നുള്ളത് കർത്താവ് നമുക്ക് എന്താ പറയുന്നത്, ജീവന്റെ പ്രത്യാശയായിട്ട് അല്ലെങ്കിൽ ജീവന്റെ അടയാളമായിട്ട് കർത്താവ് കാണിച്ചു തന്നതാണ് പുളിപ്പിനെ കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് പുളിപ്പുള്ള അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്. കർത്താവ് ഉപയോഗിച്ചതും പുളിപ്പുള്ള. സാധാരണ അപ്പം കയ്യിലെടുത്ത് വാഴ്ത്തി നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്നത്. സാധാരണ അപ്പം എന്ന് പറയുന്നത് പുളിപ്പുള്ള അപ്പമാണ്. അസാധാരണ അപ്പമാണ് പുളിപ്പില്ലാത്ത അപ്പം. അപ്പൊ പെസഹായുടെ അപ്പമല്ല. പെസഹായെ എന്താ പറയുന്നത്? പെസഹായാൽ പെസഹാടിനെ നീക്കിയ മശീഹ. അപ്പൊ പെസഹായെ ഇല്ലായ്മ, അന്നത്തെ പെസഹായെ ഇല്ലാതാക്കിക്കൊണ്ടാണ് പുതിയ പെസഹ കർത്താവ് സ്ഥാപിക്കുന്നത്. ഷിബു ആണ്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബെസേലിയോസ് എന്നുള്ള പേര് നമ്മുടെ ബാബാ തിരുമേനി അങ്ങനെ ഉപയോഗിക്കത്തില്ലെന്നേ. ഇപ്പോഴേ നമ്മുടെ ബാബാ തിരുമേനിയുടെ പേര് ബെസേലിയോസ് എന്ന് വന്നത്, അത് എവിടെ ട്വിസ്റ്റ് വന്നത്, അല്ലെങ്കിൽ എന്താ ക്ലാരിഫൈ ചെയ്യാമോ? വീഡിയോ ഓൺ ചെയ്യാമോ? ചെയ്യാം. ഈ ബസേലിയോസ് എന്നുള്ള പേര് എപ്പോൾ വന്നെന്നാണ് ചോദിച്ചത്. അപ്പോ ഞാൻ ഷിബു എല്ലാരും ഒന്ന് കാണട്ടെന്ന് വിചാരിച്ചാ കേട്ടോ. ഈ ബസേലിയോസ് എന്നുള്ള പേര് ആദ്യമായിട്ട് മലങ്കരയിൽ വരുന്നത്, മലങ്കരയിലെ ഒരു ബിഷപ്പിന് അങ്ങനെ ഒരു പേര് വരുന്നത് ഒന്നാം കാതോലിക്കായുടെ വാഴ്ചയോടെയാണ്. കണ്ടനാട്ട് മുറിമറ്റത്തിൽ പൗലോസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ കാതോലിക്ക സ്ഥാനത്തോടു കൂടിയാണ് ബസേലിയോസ് എന്നുള്ള പേര്. കാതോലിക്കമാരുടെ പേരാണത്. അത് മഫ്യാനന്മാർ അല്ലെങ്കിൽ സെലൂഷ്യയിലെ കാതോലിക്കാരുടെ പേരാണ് ബസേലിയോസ്. അത് ആ പേര് അതുപോലെ നമ്മൾ ഇവിടെ അതിന്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ, ഈ നെസ്തോറിയൻ ചർച്ച് ഇപ്പോഴുണ്ടോ? മുഖം കാണട്ടെ മാത്യു. ഓക്കെ, നെസ്തോറിയൻ ചർച്ച് ഉണ്ട്. ഓക്കെ. അതുമായിട്ട് മലങ്കര സഭയ്ക്ക് ഇപ്പം ബന്ധമുണ്ടോ? മലങ്കര സഭയ്ക്ക് വിശ്വാസപരമായിട്ടുള്ള ബന്ധമില്ല. വിശ്വാസപരമായിട്ടുള്ള ബന്ധമില്ല. എക്യുമെനിക്കൽ ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. നെസ്തോറിയൻ ചർച്ച് റിയലി ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽപ്പെട്ടതാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പക്ഷേ ഈ ഓറിയന്റൽ ഓർത്തഡോക്സിൽ വരുന്നതല്ല. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു. ഇവിടുന്ന് കൊച്ചമ്മയൊക്കെ അത് DOCയുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവസാനിപ്പിക്കാം. നെൽസൺ എന്തെങ്കിലും ചോദിക്കാനാണോ? പ്രാർത്ഥിക്കും. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ ഒരു നാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാ, ഞങ്ങളെ സ്ലീവായ ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള നിന്റെ കൂടെ ഇരുപ്പിന്റെ ഭവനങ്ങളാ ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നിനക്കലും എല്ലാ സമയത്തിലും ദൈവത്തിന്റെ ചരങ്കീഴിൽ എന്നേക്കും ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാസവും ഞങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും കൊണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമുക്ക് 35ഓളം ആളുകൾ സംബന്ധിച്ചിട്ടുണ്ട്. നല്ല കാര്യം. താങ്ക് യു. അപ്രീഷിയേറ്റ് എവരിവൺ. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സോട് കൂടി തീരുകയല്ലേ ജിജി? അതെ അച്ഛാ. അടുത്ത ആഴ്ച നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. പിന്നെയും വേണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ റിവിഷൻ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് പഠിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക.
താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you, അച്ഛാ. Thank you, അച്ഛാ. ഹാവ് എ ബ്ലെസ്ഡ് Good Thank you. night. വീക്ക് അഹെഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആഴ്ച എല്ലാവർക്കും നേരുന്നു. Same with you. Okay.